ഹലോ, ഇന്ന് നമുക്കൊരു ചീരത്തോരനാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വ്ലോഗായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അച്ചാച്ചൻ നട്ട ചീരത്തൈയിൽ നിന്ന് കുറച്ച് തൈ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ചതാണ്. അച്ചാച്ചൻ്റെ ചീര കിളിച്ച് അച്ചാച്ചൻ അത് വിൽക്കുകയും ചെയ്ത് എൻ്റെ ചീര വളരാൻ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പം വളർന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ചീരത്തോരനുണ്ടാക്കാം. അപ്പം അതിൻ്റെ വ്ലോഗാണ് ഇന്ന്. അപ്പം ഞാൻ നല്ല രീതിയിൽ അത് പിച്ചെടുത്തിട്ട് അതിൻ്റെ മണ്ട വെച്ചാണ് പിച്ചത്. ബാക്കി അതിൻ്റെ മേളിൽ കൂടെ വളരുമല്ലേ. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ അത് കഴുകിയെടുത്ത് നമ്മളങ്ങനെ അരിയാനായിട്ട് പോവുക. അങ്ങനെ ഷടപടയെന്നും പറഞ്ഞ് ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുവാണേ. ഞാൻ ഷടപടയെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അത്രയും സ്പീഡിലൊന്നും അരിയാൻ അറിയത്തില്ല. ജസ്റ്റ് ട്രൈ അല്ല, അറിയാം, ഒരുപാട് സ്പീഡിൽ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സമാധാനത്തോടെ തന്നെ അരിയുന്നത്, കാരണം കുറേ തവണ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമാധാനത്തോടെ ഞാൻ അരിയുകയാണേ. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് ഞാൻ ആ പ്ലേറ്റിലോട്ട് ഇടാവേ. എന്നിട്ട് നമുക്കൊരു തേങ്ങ പൊട്ടിക്കാം. അങ്ങനെ തേങ്ങ പൊട്ടിച്ചിട്ട് നമുക്കതൊന്ന് തിരിഞ്ഞെടുക്കാവേ. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇടണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, 2 വെളുത്തുള്ളി ഇത്രയിട്ട് നമുക്കൊന്ന് അടിച്ച്, ഒരുപാടങ്ങ് പേസ്റ്റ് ആവണ്ട, തോരൻ്റെ പരുവം അറിയാമല്ലോ, അതേ രീതിയിൽ അടിച്ചു. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചീനിച്ചട്ടി അങ്ങോട്ട് എടുത്ത് വെക്കണം. ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ മതിയേ, ഒരുപാട് എണ്ണ ആവണ്ട. അപ്പം കുറച്ച് എണ്ണ യൂസ് ചെയ്യുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുകിടാം. കടുക് ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും മുളകും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യാം. അപ്പം അതൊന്ന് വെന്ത് വരട്ടെ, ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര ഇടണം. കുറച്ചല്ല, അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാ ചീരകളും എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചീര ഇതിനകത്തിട്ടൊന്ന് വേവിക്കാം. നമ്മൾ അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, ആ ഉള്ള എണ്ണയിൽ തന്നെയാണ് ഈ ചീര നല്ലതോടെ വേകുന്നത്. ഒരു മിനിമം തീയിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പെടുത്തിടാം. അതിനകത്ത് അധികം വെള്ളമൊന്നുമില്ല, നമ്മളല്ലാതെ അരച്ചെടുത്തേക്കുവാണ്. തോരൻ്റെ രീതി അറിയാമല്ലോ, അപ്പോൾ ആ രീതിയിലാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ പുറത്ത് ഞാൻ അരിയിട്ട നല്ല അരപ്പിൻ്റെ ഇതുണ്ടായത് ഞാൻ വെച്ച്, എന്നിട്ട് എനിക്ക് പറ്റണമെങ്കിൽ അങ്ങനെ ഈ കൈ കൊണ്ട് തന്നെ പിന്നെയും ഞാൻ ഇട്ട് വരട്ടിയെടുത്താണ്. കുറച്ച് ഉപ്പ് ഇടണം, അതിനാവശ്യമുള്ള ഉപ്പിട്ടാൽ മതി. അപ്പോൾ നല്ലോണം യോജിപ്പിച്ചെടുക്കാൻ അടിപൊളി ചീരത്തോരൻ റെഡിയാണ്. അപ്പം എല്ലാവർക്കും തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.